നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു രാത്രി ഉറക്കമില്ലാതെ കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖത്തോട് ചോദിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതേ സ്ഥലത്ത് നിൽക്കുന്നത് എന്ന്? ആ ചോദ്യം നിങ്ങളുടെ നെഞ്ചിൽ ഒരു കനം പോലെ അമർന്നിരിക്കുന്ന അനുഭവം നിങ്ങൾക്കറിയാമോ? എല്ലാവരും മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ മാത്രം ഒരു അദൃശ്യ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷം. ആ ചങ്ങല ആരും നിങ്ങളെക്കൊണ്ട് ബന്ധിപ്പിച്ചതല്ല. ആ ചങ്ങല നിങ്ങൾ സ്വയം നിർമ്മിച്ചതാണ്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു കെണി. ജാക്ക് കാൻഫീൽഡ് എന്ന മനുഷ്യൻ ഈ കെണിയുടെ രഹസ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന ഒരൊറ്റ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ വിശ്വാസം നിങ്ങളുടെ ജീവിതം തകർക്കുകയോ രക്ഷിക്കുകയോ ചെയ്യും. ഈ വാചകം ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത്. കാരണം ആരോ എന്റെ ജീവിതത്തിലെ അനീതിയെ നിസ്സാരവൽക്കരിക്കുന്നതുപോലെ എനിക്ക് തോന്നി. എന്റെ കടങ്ങൾ, എന്റെ പരാജയങ്ങൾ, എന്റെ വേദനകൾ ഇതൊക്കെ വെറും വിശ്വാസത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നത് ഒരു ക്രൂരതയാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ആ ചിന്തയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഞാൻ കണ്ടത് എന്നെക്കുറിച്ച് ഞാൻ രചിച്ച ഒരു ഭീകരമായ കള്ളക്കഥയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും അപകടകരമായ കള്ളം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മസ്തിഷ്കം ഒരു ചതുപ്പ് നിലമാണ്. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ആരോ അതിലേക്കൊരു വിത്തെറിഞ്ഞു. എനിക്ക് കഴിയില്ല എന്ന വിത്ത്. എന്റെ ഭാഗ്യം മോശമാണ് എന്ന വിത്ത്. ഞാൻ ജനിച്ച കുടുംബം ഇതാണ്, അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയാകൂ എന്ന വിത്ത്. ആ വിത്ത് മുളച്ച് അതൊരു വലിയ മരമായി വളർന്നു. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും ആ മരത്തിന്റെ ശിഖരങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. നിങ്ങൾ യാഥാർത്ഥ്യത്തെ കാണുന്നത് ആ വിശ്വാസമെന്ന ഫിൽറ്ററിലൂടെ മാത്രമാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതം തകർക്കുന്ന രോഗലക്ഷണം. നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക. അവസരം വന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു ശബ്ദം മന്ത്രിക്കും, ഇതെനിക്കുള്ളതല്ല, ഞാനിതിന് യോഗ്യനല്ല എന്ന്. ഈ ശബ്ദം നിങ്ങളാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഈ ശബ്ദം നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മനഃശാസ്ത്രം ഇതിനെ പരിമിത വിശ്വാസങ്ങളെന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്ഥാപിതമായ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ജീവിതത്തിലെടുക്കുന്ന എല്ലാ നിർണായക തീരുമാനങ്ങളും ഈ പ്രോഗ്രാം അനുസരിച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പറയുന്നു, നിനക്ക് പറ്റില്ല, നിന്റെ അച്ഛന് പറ്റിയില്ല, നിന്റെ അമ്മാവന് പറ്റിയില്ല, നീ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് സന്തോഷിക്കണം. ഫലമെന്താണ്? നിങ്ങൾ ബിസിനസ് തുടങ്ങില്ല. പിന്നീട് ജീവിതത്തിൽ ആരെങ്കിലും വിജയിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയും, അവന് ഭാഗ്യം കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളം. ഭാഗ്യമല്ല നിങ്ങളെ തോൽപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം വിശ്വാസമാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത്. ഈ കള്ളത്തിന്റെ വൈകാരിക നാശം നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ ശരീരം സംസാരിക്കും. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ മടിയാകും. നിങ്ങളുടെ നെഞ്ചിൽ എപ്പോഴും ഒരു ഭാരമുണ്ടാകും. പുതിയ ആളുകളെ കാണുമ്പോൾ നിങ്ങളുടെ കൈകൾ വിയർക്കും. അവസരങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിലൊരു കല്ല് വീണതുപോലെ തോന്നും. ഇത് ഭീരുത്വമല്ല, ഇത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന അടിയന്തര സൂചനയാണ്. നിങ്ങളുടെ ബോധമനസ്സൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് മറ്റൊന്ന് വിശ്വസിക്കുന്നതിന്റെ സംഘർഷമാണിത്. ഈ സംഘർഷം നിങ്ങളുടെ ഊർജം മുഴുവൻ വലിച്ചെടുക്കും. നിങ്ങൾ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരു മരിച്ചുപോയ ആത്മാവിനെ പോലെ തോന്നും. കാരണം നിങ്ങൾ ജീവിക്കാത്ത ജീവിതത്തിന്റെ ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ പരാജിതരെയും ഒരു കാന്തം പോലെ ആകർഷിക്കും. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ പരാജയത്തിൻ്റെതാണ്. പരാതി പറയുന്നവരോട് നിങ്ങൾക്ക് പ്രത്യേക അടുപ്പം തോന്നും. മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാകും. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് സാധൂകരണം കിട്ടുകയാണ്. അവൻ പറയുന്നു സിസ്റ്റം ചീത്തയാണെന്ന്. നിങ്ങളുടെ ഉള്ളു പറയുന്നു, അതെ, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. അവൾ പറയുന്നു, നമ്മുടെ ജാതിക്കാർക്കൊന്നും കിട്ടില്ലെന്ന്. നിങ്ങളുടെ ഉള്ള ആശ്വസിക്കുന്നു, അതെ, അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത്. ഇതാണ് ഏറ്റവും ഭീകരമായ ആത്മവഞ്ചന. നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത് പരിഹാരത്തിലല്ല, പ്രശ്നത്തെ സ്ഥിരീകരിക്കുന്ന വിഷലിപ്തമായ സംഘത്തിലാണ്. ഇതാണ് ഒളിഞ്ഞിരിക്കുന്ന കാരണം. നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തുന്നുവോ അവരല്ല നിങ്ങളുടെ ശത്രു. നിങ്ങൾക്ക് ആശ്വാസം തരുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ. ജാക്ക് കാൻഫീൽഡ് പറഞ്ഞൊരു വാചകം എന്റെ ജീവിതത്തിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെയാണ് അനുഭവപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ 100% ഉത്തരവാദിയാണ്. ആദ്യം എനിക്ക് ദേഷ്യം വന്നു. എന്നെ ചതിച്ചവനല്ലേ ഉത്തരവാദി? എന്നെ ഉപേക്ഷിച്ചവളല്ലേ ഉത്തരവാദി? സർക്കാരല്ലേ, സിസ്റ്റമല്ലേ ഉത്തരവാദി? പക്ഷെ പതുക്കെ ഞാൻ മനസ്സിലാക്കി, നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ കൊടുക്കുകയാണ്. അവരത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അവരുടെ കയ്യിൽ അത് വെച്ചുകൊടുത്തു എന്ന സത്യം മാറില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് കുറ്റബോധം ഏറ്റെടുക്കുക എന്നതല്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് ശക്തി തിരികെ എടുക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രതികരണത്തിന്റെ ശക്തി, നിങ്ങളുടെ തീരുമാനത്തിന്റെ ശക്തി, നിങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ ശക്തി. ഒരേ സംഭവം 2 ആളുകളുടെ ജീവിതത്തിൽ 2 വിധത്തിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ തകർന്നു പോകുന്നു, മറ്റൊരാൾ അതേ അനുഭവത്തിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. വ്യത്യാസം എവിടെ? പ്രതികരണത്തിൽ, വ്യാഖ്യാനത്തിൽ, വിശ്വാസത്തിൽ. നിങ്ങളൊരു പരാജയത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ഇതെന്റെ കഴിവുകേടാണെന്നോ അതോ ഇതൊരു പാഠമാണെന്നോ?
ഈ വിശ്വാസത്തിന്റെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതം തകർക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത്. മനുഷ്യ മനസ്സിന്റെ ഒരു വിചിത്രമായ കഴിവുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിനുള്ള തെളിവുകൾ മാത്രം ശേഖരിക്കുക. ഇതിനെ കോഗ്നിറ്റീവ് ബയസ് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് ആളുകൾ വിശ്വാസയോഗ്യരല്ലെന്നാണെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ആരെങ്കിലും നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതിനുള്ള 1000 തെളിവുകൾ കണ്ടെത്തും. നിങ്ങൾ വിശ്വസിക്കുന്നത് പണം ദുഷ്ടതയാണെന്നാണെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം പണം കാരണം ജീവിതം തകർന്ന 1000 കഥകൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തും. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ അർഹതയില്ലെന്നാണെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കും. ഇത് സ്വയം നാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായ ഒരു യാഥാർത്ഥ്യം നിർമ്മിക്കുകയാണ്. ഇത് ആകർഷണ നിയമത്തിന്റെ ഇരുണ്ട വശമാണ്. പോസിറ്റീവ് ചിന്തകൾ മാത്രമല്ല, നെഗറ്റീവ് ചിന്തകളും ഒരേ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. നിങ്ങൾ ഭയപ്പെടുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ആ ഭയം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വയമേവ ചെയ്യാൻ തുടങ്ങുന്നു. പണം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ഒരു വ്യക്തി ലാഭം കിട്ടുന്നൊരു നിക്ഷേപം വിൽക്കും. കാരണം എങ്ങനെയെങ്കിലും സുരക്ഷിതനാകണമെന്ന ഉപബോധ മനസ്സിന്റെ ഉത്തരവ്. പിന്നീട് ആ നിക്ഷേപം കുതിക്കുമ്പോൾ അയാൾ പറയും, എന്റെ ഭാഗ്യം അങ്ങനെയാണ് എന്ന്. ഇത് ഭാഗ്യമല്ല, ഇത് ഭയത്തിന്റെ സ്വയം നിറവേറ്റുന്ന പ്രവചനമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഒരു വഴിയുണ്ടോ? ജാക്ക് കാൻഫീൽഡ് ഒരു ലളിതമായ പരീക്ഷണം നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായൊരു ലക്ഷ്യമാണ്. മിക്ക ആളുകളും പറയും, എനിക്ക് സന്തോഷം വേണം, എനിക്ക് പണം വേണം, എനിക്ക് സ്നേഹം വേണമെന്ന്. ഇത് ലക്ഷ്യമല്ല, ഇത് ആഗ്രഹമാണ്. പ്രപഞ്ചം പ്രതികരിക്കുന്നത് കൃത്യതയോടാണ്. നിങ്ങളൊരു റെസ്റ്റോറന്റിൽ പോയി എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുതരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണമാകുമോ? ഇല്ല. നിങ്ങൾ ഓർഡർ ചെയ്യണം. ജീവിതത്തിലും അങ്ങനെ തന്നെ. ജാക്ക് കാൻഫീൽഡ് പഠിപ്പിച്ച ദൃശ്യവൽക്കരണം എന്നത് വെറുമൊരു ദിവാസ്വപ്നമല്ല, അതൊരു മാനസിക റിഹേഴ്സലാണ്. ഒളിമ്പിക് അത്ലറ്റുകൾ ഇതാണ് ചെയ്യുന്നത്. അവർ ഓട്ടം ഓടുന്നതിനു മുമ്പ് അവരുടെ മസ്തിഷ്കത്തിൽ 100 തവണ ആ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കും. നിങ്ങളുടെ മസ്തിഷ്കം യഥാർത്ഥ അനുഭവവും സങ്കല്പിച്ച അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയില്ല. നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങൾ 100 തവണ മനസ്സിൽ കണ്ടാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും, ഞാൻ വിജയിയാണെന്ന്. ആ വിശ്വാസം നിങ്ങളുടെ ശരീരഭാഷയെ മാറ്റും, നിങ്ങളുടെ ശബ്ദത്തിന്റെ ഉറപ്പിനെ മാറ്റും, നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കത്തെ മാറ്റും. ഈ മാറ്റം കാണുന്ന ലോകം നിങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കാൻ തുടങ്ങും. ഇത് മാജിക് അല്ല, ഇത് ന്യൂറോ സയൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കുകയാണ്. നിങ്ങളൊരു പുതിയ വിശ്വാസം നിങ്ങളുടെ ഞരമ്പുകളിൽ പതിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ച് നിങ്ങൾ എത്ര ബോധവാനാണ്. നിങ്ങളുടെ വിശ്വാസത്തെ മോഷ്ടിക്കുന്ന കള്ളന്മാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവർ മോശമായ ഉദ്ദേശ്യത്തോടെ വരുന്നവരാകണമെന്നില്ല. അവർ നിങ്ങളുടെ മാതാപിതാക്കളാകാം. നിനക്കത് പറ്റില്ല എന്ന് അവർ സ്നേഹത്തോടെ പറയും. അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം. നമുക്കിത് മതി, വലിയ സ്വപ്നം കാണേണ്ട എന്ന ആശ്വാസത്തോടെ പറയും. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം. നീ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇങ്ങനെയാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയും. ഈ ശബ്ദങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിലേക്ക് വിഷം കലർത്തുന്ന സിറിഞ്ചുകളാണ്. നിങ്ങളുടെ വിശ്വാസം ദുർബലമായിരിക്കുമ്പോൾ ഈ വിഷം നിങ്ങളുടെ രക്തത്തിൽ കലരും. ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടതായി കാണും. ഇതാണ് ഏറ്റവും വലിയ ആത്മീയ മരണം. സ്വപ്നം കാണാത്ത ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണ്. നിങ്ങളുടെ പരിസരം വൃത്തിയാക്കുക. ഇത് നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. നിങ്ങളുടെ മൂല്യം നിങ്ങൾ ദിവസവും ശ്വസിക്കുന്ന വായുവിനെ ആശ്രയിച്ചാണ്. ആ വായു വിഷലിപ്തമാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് രോഗം വരും. എന്താണ് പരിഹാരം? ഒരു തീരുമാനം. ജീവിതം മാറാൻ ഒരു വലിയ അത്ഭുതമല്ല വേണ്ടത്, ഒരു ചെറിയ തീരുമാനം മതി. ഇന്നു മുതൽ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുമെന്ന തീരുമാനം. ഈ തീരുമാനം എടുക്കുന്ന നിമിഷം പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പുനഃക്രമീകരിക്കപ്പെടും. ഇത് അതിശയോക്തിയല്ല. നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ഫിൽട്ടർ മാറുന്നു. ഇന്നലെ വരെ അദൃശ്യമായിരുന്ന അവസരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ദൃശ്യമാകും. ഇന്നലെ വരെ ഭീഷണിയായി തോന്നിയ വെല്ലുവിളികൾ ഇന്ന് വളർച്ചയുടെ വാതിലുകളായി മാറും. ഇന്നലെ വരെ നിങ്ങളെ തളർത്തിയ വിമർശനം ഇന്ന് നിങ്ങൾക്ക് ഇന്ധനമാകും. ലോകം മാറിയിട്ടില്ല, നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം മാറിയിരിക്കുന്നു. ആ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുന്നത്. ജാക്ക് കാൻഫീൽഡ് ആവർത്തിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളാകുന്നു. ഇത് കേൾക്കാൻ ഒരു പഴഞ്ചൊല്ല് പോലെ തോന്നും, പക്ഷെ ഇതാണ് പരമമായ സത്യം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളൊരു പരാജിതനായി ചിന്തിച്ചാൽ നിങ്ങളുടെ ശരീരഭാഷ ഒരു പരാജിതന്റേതാകും. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ ഒരു പരാജിതന്റേതാകും. അവസാനം ഫലവും അതുതന്നെയാകും. നിങ്ങളൊരു വിജയിയായി ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നടത്തം മാറും, നിങ്ങളുടെ സംസാരം മാറും, നിങ്ങളുടെ അവസരങ്ങളും മാറും. ഇത് ലോകത്തെ കബളിപ്പിക്കലല്ല, ഇത് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന പതിപ്പിനെ ഉണർത്തലാണ്. ഈ നിമിഷം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് അർഹതയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ ചോദ്യം നിസ്സാരമായി കാണരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ നീലരേഖ ഈ ഉത്തരത്തിലാണ്. നിങ്ങൾ അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കും. ഇത് ആകർഷണ നിയമം.
നിങ്ങൾക്ക് സമൃദ്ധി അർഹതപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ സമൃദ്ധി നിങ്ങളെ തേടിവരും. നിങ്ങൾ വിശ്വസിക്കുന്നത് ജീവിതം ഒരു യുദ്ധമാണെന്നും അതിൽ സഹനം മാത്രമാണ് ലക്ഷ്യമെന്നുമാണെങ്കിൽ കൂടുതൽ സഹനം നിങ്ങളെ തേടിവരും. ജീവിതം ഒരു കണ്ണാടിയാണ്. നിങ്ങൾ ചിരിച്ചാൽ അത് ചിരിക്കും, നിങ്ങൾ കരഞ്ഞാൽ അത് കരയും. ഈ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന മുഖം ആരുടേതാണ്? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മുഖം. എന്നാൽ ആ മുഖത്തിന് പിന്നിൽ നിങ്ങൾ കാണാത്ത 1000 പാളികളുണ്ട്. ഭയത്തിന്റെ പാളി, കുറ്റബോധത്തിന്റെ പാളി, കോപത്തിന്റെ പാളി. ഈ പാളികൾ ഓരോന്നായി പൊളിച്ചു മാറ്റുക. അതിനടിയിൽ ഒരു ശുദ്ധമായ വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് നിങ്ങൾ. ആ വെളിച്ചം ഒന്നിനോടും പറ്റിപ്പിടിക്കുന്നില്ല. അത് ഒന്നിനെയും ഭയക്കുന്നില്ല. അത് അനന്തമായ സാധ്യതകളുടെ ഉറവിടമാണ്. ആ വെളിച്ചത്തിൽ നിന്ന് ഒരൊറ്റ ചിന്ത ഉയരുന്നു: ഞാൻ യോഗ്യനാണ്, ഞാൻ അർഹയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പൂർണ്ണനാണ്. ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതം തകർക്കുകയോ രക്ഷിക്കുകയോ ചെയ്യും. ഇതിൽ രണ്ടാമതൊരു വഴിയില്ല. ഒരുപക്ഷെ ജാക്ക് കാൻഫീൽഡ് ലോകത്തോട് പറയാൻ ശ്രമിച്ചതും നിങ്ങളുടെ ഹൃദയം ഇത്രയും കാലം മറച്ചുവെച്ചതും ഇതേ രഹസ്യമായിരിക്കാം.